ഹലോ എവ്രി വൺ. ഞങ്ങൾ എമ്പുരാൻ മൂവി കാണാൻ പോകുന്ന വഴിയാണ് കേട്ടോ. ഓൾറെഡി നമ്മൾ ലേറ്റായിട്ടാണ് ഇറങ്ങിയത്. എന്തായാലും ടൈമിനെത്തി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ തംബ്നെയിലിൽ കണ്ട പോലെ നമ്മൾ എമ്പുരാൻ മൂവി കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ആഫ്റ്റർനൂണാണ് പോയത്. നമ്മൾ ഫ്രണ്ട്സായിട്ടാണ് പോയത്. പക്ഷേ ചേട്ടന്മാർക്ക് രണ്ടുപേർക്കും ഓഫീസിൽ ഇഫ്താർ പാർട്ടി ഉണ്ടായിരുന്നതുകൊണ്ട് അവർ സൂൺ ആഫ്റ്റർ ദ മൂവി അവർ ഡയറക്റ്റായിട്ട് പാർട്ടിക്ക് പോയി. അതുകൊണ്ട് ഞാൻ ചേട്ടനോട് വീഡിയോ റെക്കോർഡ് ചെയ്ത് എനിക്ക് അയക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ റിവ്യൂ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അത് കണ്ടതിന് ശേഷം ഞങ്ങൾക്ക് എന്താണ് ഈ മൂവിനെ പറ്റി പറയാനുള്ളതെന്ന് നിങ്ങൾക്ക് കേൾക്കാം. ഭയങ്കര ഹൈപ്പിനൊത്തുള്ള ഇതൊന്നും എത്തിയിട്ടില്ല എന്ന് തന്നെ പറയാം. ഐ വാസ് ലൈക്ക് ഒരു വൺ ടൈം വാച്ച് അത്രേ പറയാൻ പറ്റൂ. മൂവി മോശമാണെന്നൊന്നും പറയാൻ പറ്റില്ല. നല്ല അടിപൊളിയായിട്ട് അവർ എടുത്തിട്ടുണ്ട്. പക്ഷെ എടുത്തതിലും കൂടുതലും സ്റ്റാർട്ട്സ് വിത്ത് ബോളിവുഡ് ആക്ഷൻസ് എന്നൊക്കെ പറയുന്ന മാതിരിയാണ്. ഫുൾ ഹിന്ദിയാണ് സ്റ്റാർട്ടിങ്ങിൽ. പിന്നെ ഒരു 10-30 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ തുടങ്ങും. പിന്നെ അത് ഹോളിവുഡ് സ്റ്റൈലിലേക്ക് മാറും. പിന്നെ അത് മെല്ലെ 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 നമ്മുടെ കഥയിലേക്ക് വരും. പക്ഷെ കഥ എന്ന് പറഞ്ഞാൽ അത്ര സ്ട്രോങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പടത്തിൽ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഒരു റിലേഷൻ ഇല്ലാതെയാണ് ചില സമയത്ത് ആ പടത്തിന്റെ പോക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. അതർവൈസ് മൂവീസ് ഓക്കെ, കുറ്റം പറയാൻ പറ്റില്ല. ബട്ട് ഇറ്റ്സ് ഓക്കെ, അത്രേ പറയാം. വൺ ടൈം വാച്ച്. അതിൽ കൂടുതൽ നിങ്ങൾ പ്രതീക്ഷിച്ച് പോവുകയാണെങ്കിൽ നിരാശപ്പെടേണ്ടി വരും. ഇറ്റ്സ് ഓക്കെ. ദാറ്റ്സ് ഓൾ ഐ കുഡ് സേ അബൌട്ട്. എന്തായാലും പോയി കാണും. പടം മോഹൻലാൽ കട്ട ആരാധകന്മാർക്കൊക്കെ ഇഷ്ടപ്പെടാനാണ് സാധ്യത. എനിക്കും ഇഷ്ടപ്പെട്ടു. പക്ഷേ ആസ് ഐ സെഡ് ഒരു ആ ഒരു മൂവിക്കൊരു ഡെപ്ത് ഇല്ല ഉള്ളിൽ, സ്റ്റോറി. ഓക്കെ, അപ്പോൾ മൂവി കണ്ടിട്ട് ജോബിക്ക് എന്താണ് അഭിപ്രായം? ഇഷ്ടപ്പെട്ടോ? എനിക്ക് പടം നല്ലപോലെ ഇഷ്ടപ്പെട്ടു. പടത്തിന് അങ്ങനെ എന്താ പറയുക, വെറുതെ ഹൈപ്പായിരുന്നു പടം എന്ന് പറയുന്നത്. പൃഥ്വിരാജ് ആയാലും മറ്റു ടീംസ് ആയാലും ഒക്കെ പ്രൊമോഷന് പറഞ്ഞ കണക്ക് തന്നെ ആ ഹൈപ്പിനുള്ള പടം ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. പിന്നീട് അതിലുള്ള എല്ലാ ക്യാരക്ടേഴ്സും, അതിപ്പം മോഹൻലാലിനെ അല്ലെങ്കിൽ പൃഥ്വിരാജിനെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അവർ രണ്ടും നല്ല അതിമനോഹരമായിട്ട് അവർ റോളുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൾക്ക് തന്നെ ബാക്കിയുള്ള കഥാപാത്രങ്ങളും എല്ലാവരും അവർ ക്യാരക്ടേഴ്സ് വളരെ മനോഹരമായിട്ട് ചെയ്തു. പ്രത്യേകിച്ച് മഞ്ജു വാര്യരൊക്കെ വളരെ മനോഹരമായിട്ട് ഈ പടത്തിൽ അവരുടെ റോൾ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. പിന്നീട് പടത്തിലെ ഓരോ വിഷ്വൽസ് ആയിക്കോട്ടെ എല്ലാം ഒരു ഹോളിവുഡ് ലെവലിലാണ്. നമുക്കിപ്പോൾ ഒരു മലയാളം പടമാണെന്ന് തോന്നത്തില്ല, മറിച്ചൊരു ഹോളിവുഡ് സിനിമ കാണുന്ന പോലെയാണ് തോന്നിയത്. അപ്പോൾ എനിക്ക് മൊത്തത്തിൽ ആ പടം നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. ജോബി പറഞ്ഞതുപോലെ തന്നെ എനിക്കും സെയിം വെറുതെ ഹൈപ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമായിരിക്കാം. എനിക്ക് ശരിക്കും മൂവി ഒരുപാട് ഇഷ്ടപ്പെട്ടു. ലാലേട്ടൻ്റെ ഇൻട്രോ സീനാണെങ്കിലും ലാലേട്ടനെ ഓരോ തവണ കാണിക്കുന്ന സീൻസ് ആണെങ്കിലും വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് അത് പോർട്രേ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഓരോ സീനിലും ലൈക്ക് ഭയങ്കര ഗൂസ് മൊമെന്റ്സ് ആണ് എനിക്ക് തോന്നിയത്. പക്ഷേ മെയിനായിട്ട് മിസ് ചെയ്ത പാട്ടെന്ന് പറഞ്ഞാൽ നാട്ടിലെ ആ ഒരു വൈബ് ഉണ്ടല്ലോ. നമ്മൾ ഫസ്റ്റ് ഡേ മൂവിക്ക് പോകുമ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ലൂസിഫർ മൂവി കാണാനായിട്ട് പോയപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഡേ ആണ് ഞാൻ പോയത്, റിലീസ് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഡേ. അപ്പോൾ നമ്മൾ പേപ്പറൊക്കെ കീറിയിട്ട് പോയി, ലാലേട്ടനെ കാണിക്കുമ്പോൾ പേപ്പറൊക്കെ ഇങ്ങനെ വാരി എറിഞ്ഞ് അതൊന്നും ഇവിടെ പറ്റില്ല. ഒബ്വിയസ്ലി യു എയിൽ അത് പറ്റില്ല. പക്ഷേ ബട്ട് സ്റ്റിൽ നമ്മുടെ ഓഡിയൻസ് കൂടുതലും മലയാളികളായിരുന്നത് കൊണ്ട് ലാലേട്ടനെയും പൃഥ്വിരാജിനെയൊക്കെ കാണിക്കുന്ന ആ ഒരു ഇതിൽ ഒരു ഓളം ഉണ്ടായിരുന്നു. നമ്മൾ കൈയടിക്കുകയും ബഹളം വയ്ക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ എനിക്ക് ശരിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഫസ്റ്റ് നമ്മുടെ ലൂസിഫർ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മഞ്ജു വാര്യരുടെ ഒരു സ്ട്രോങ് ക്യാരക്ടറായിട്ട് ആ മൂവിയിൽ തോന്നിയില്ല. ഞാൻ ആ മൂവി കണ്ട ടൈമിൽ ഞാൻ ഓർത്തു എന്തിനാണ് ഇങ്ങനൊരു ക്യാരക്ടർ എന്ന് ഞാനിങ്ങനെ ചോദിച്ചായിരുന്നു. ഞങ്ങൾ കാണാൻ പോയ എല്ലാവരുമായിട്ട് ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് മഞ്ജു വാര്യർ ഈ സെക്കൻഡ് മൂവിയിൽ ലൈക്ക് സെക്കൻഡ് പാർട്ടിൽ തിരുത്തിയിട്ടുണ്ട്. ഒരു പവർഫുൾ ക്യാരക്ടർ അടിപൊളിയായിട്ട് പോർട്രേ ചെയ്തിട്ടുണ്ട്. ഓരോ ഡയലോഗ്സ് ആണ് എങ്കിലും, ഡയലോഗ് ഡെലിവറി ആണ് എങ്കിലും, ആക്ടിങ് ആണ് എങ്കിലും ഭയങ്കര ഒരു പവർഫുൾ ലേഡി ആയിട്ടാണ് മഞ്ജു വാര്യർ ഈ മൂവിയിൽ റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലേ? എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പേഴ്സണലി ഞാൻ ഒരു മഞ്ജു വാര്യർ ഫാൻ അല്ല, ബട്ട് സ്റ്റിൽ ഞാൻ പറയുകയാണ്, ഷീ ഡിഡ് എ അമേസിംഗ് ജോബ്. പൃഥ്വിരാജിന്റെ ചൈൽഡ്ഹുഡ് ക്യാരക്ടർ ചെയ്യുന്ന കാർത്തികേയ ദേവ്, ഹി ഓൾസോ ഡിഡ് എ ഗുഡ് ജോബ്. ഒരുപാട് എനിക്കിഷ്ടപ്പെട്ടു പേഴ്സണലി അവൻ്റെ ആക്ടിങ്. നല്ല പവർഫുൾ ആയിട്ട് എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജ് എന്ന ക്യാരക്ടർ എങ്ങനെയാണോ ആ ഒരു ചൈൽഡ്ഹുഡ് അത്രയും പവർഫുൾ ആയിട്ടാണ് അതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നത്. പൃഥ്വിരാജിനെ ലൈക്ക് നമുക്ക് തോന്നും ഓക്കെ ലൈക്ക് പൃഥ്വിരാജ് ഇങ്ങനെയാണ് എന്നുള്ളത് നല്ല രീതിയിൽ അവൻ അത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് അല്ലേ? പിന്നെ നീ എന്താ പറയാനുള്ളത്?
പിന്നീട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടം ഒരു 3 hours മൂവിയുണ്ട്. പിന്നെ ചെറുതായിട്ട് ലാഗ് ആണോ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു അഭിപ്രായം കേട്ടു. നമുക്കങ്ങനെ തോന്നില്ല, നമ്മൾ പടത്തിലേക്ക് ഫുള്ളായിട്ട് എന്താണ് എൻഗേജഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അങ്ങനെ തോന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്തുകൊണ്ടും ഓവറോൾ പടം സൂപ്പറാണ്. തിയേറ്ററിൽ നമ്മൾ കൊടുക്കുന്ന കാശിന് ഇറ്റ്സ് വർത്ത് ഇറ്റ്. ഒരു രൂപ പോലെ നിങ്ങൾക്ക് നഷ്ടമാകത്തില്ല. ആ പടം തിയേറ്ററിൽ തന്നെ കാണേണ്ടതാണ്. തിയേറ്ററിൽ കാണേണ്ടുന്ന മസ്റ്റ് വാച്ച് മൂവിയാണ്. ഒരിക്കലും ഫോണിൽ നമ്മൾ മാത്രമായിട്ടൊരു ആംബിയൻസ് അല്ലെങ്കിൽ OTT വരുമ്പോൾ കാണാൻ പറ്റുന്ന രീതിയിലുള്ള പടമല്ല. മറിച്ച് ഒരു തിയേറ്റർ ആംബിയൻസിൽ നമ്മുടെ ഫ്രണ്ട്സും ആ ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ ഓഡിയൻസ് അങ്ങനെ ഇരുന്ന് കാണേണ്ട ഒരു മൂവി തന്നെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ മൂവിക്ക് വേണ്ടി ഒരുപാട് അവര് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആ സ്പെൻഡ് ചെയ്തത് മൂവിയിൽ കാണാനും ഉണ്ട്. ഒരു ഹോളിവുഡ് സ്റ്റൈലിലാണ് മൂവി എടുത്തിരിക്കുന്നത്. നമ്മൾ തന്നെ ചിന്തിക്കും ഇത്രയും പൈസ ഇതിനു വേണ്ടി ചെലവാക്കണമായിരുന്നോ എന്ന്. പക്ഷേ നമ്മൾ ആ മൂവി കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇറ്റ്സ് വർത്ത് ഇറ്റ്. ബിക്കോസ് ആ ക്യാരക്ടറിനുള്ള ഹൈപ്പാണ് അവർ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് അവർ സ്പെൻഡ് ചെയ്തിരിക്കുന്നത് എനിക്ക് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അനുസരിച്ച് വർത്ത് ഇറ്റ് ആയിട്ട് എനിക്ക് തോന്നി. കുറേ അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ഒപ്പീനിയൻസ് ആണ്. ചിലവർ പറയുന്നുണ്ട് ലൈക്ക് മൂവി അങ്ങനെ അത്ര വർത്ത് ഇറ്റ് അല്ല, ഹൈപ്പിന് അത്രയ്ക്കില്ല എന്നൊക്കെ. പക്ഷെ പേഴ്സണലി എൻ്റെ ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് മൂവി ഇഷ്ടപ്പെട്ടു. ഞാൻ റെക്കമെൻഡ് ചെയ്യും, ഉറപ്പായിട്ട് നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണുകയെന്ന്. അത് മസ്റ്റ് വാച്ച് ആണ്, ആരും മിസ് ചെയ്യരുത്. പിന്നെ പടം കാണുന്നവരാരും പടത്തിന്റെ ഒരു സ്പോയിലേഴ്സും പുറത്തുവിടരുത്. അതെ, അത് ആ പടത്തിന്റെ ആ ഒരു നമ്മളെ ആസ്വദിക്കാനുള്ള ആ ഒരു ഇത് കുറയ്ക്കും. അതെ, ഒരിക്കലും പടത്തിനകത്തുള്ള ഒരു കാര്യങ്ങളും പുറത്തുവിടരുത്. അതാണ് ആ പടത്തിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. എങ്കിലും നമുക്ക് ആ പടം അതിൻ്റെതായ ഫീൽ കാണാൻ പറ്റത്തുള്ളൂ. സോ പടം കാണുന്നവർ അത് ശ്രദ്ധിക്കുക. ഇത്രയൊക്കെ ഉള്ളൂ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറേ കാര്യങ്ങളുണ്ട് പടത്തിൽ. നമ്മളത് കൂടുതൽ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അത് സ്പോയിലർ ആവും. ഒബ്വിയസ്ലി എല്ലാവർക്കും ഫസ്റ്റ് ഡേ തന്നെ പോയി കാണാൻ പറ്റില്ല. ഹൗസ്ഫുൾ ആണ്. ടിക്കറ്റ്സ് നമ്മൾ നോക്കുമ്പോഴും ഇവിടെ ഓൾമോസ്റ്റ് ഓൾ ദി തിയേറ്റേഴ്സിൽ ഹൗസ്ഫുൾ ആയിരുന്നു. അപ്പോൾ ദയവ് ചെയ്ത് കാണുന്നവരാരും ഇങ്ങനെ സ്പോയിലേഴ്സ് ആയിട്ട് ഫോട്ടോസോ ഇൻട്രോ സീൻസോ ഒന്നും ഇടാതിരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾ പടം കണ്ടിട്ടുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അഭിപ്രായങ്ങൾ പറയുക. Thanks for watching. Stay tuned for the next video. Until then, bye.